എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യാറുണ്ട് ഫോർ ഇൻട്രാഡേ പർപ്പസ്. ഓക്കെ, സോ നമ്മുടെ ഇന്ന് നിഫ്റ്റിയിൽ വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. സൈഡ് വേസ് ആയിരുന്നു. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു ഡൗൺ സൈഡ്, ബട്ട് അതൊന്നും നടന്നില്ല. മൊത്തം സൈഡ് വേസ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇന്ന് ആക്ച്വലി ലെവൽസ് കാര്യങ്ങളെല്ലാം നേരത്തെ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബിസിയാണ്, സോ അപ്ഡേഷൻ വളരെ കുറവായിരിക്കുള്ളൂ. അപ്ഡേറ്റ് ചെയ്യാൻ 2 days ഒന്നും പറ്റത്തില്ല. നാളെ കൂടി കുറച്ച് ബിസിയാണ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 days കഴിഞ്ഞിട്ടായിരിക്കും ഓവറായിട്ട്. ഓക്കെ, കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സഡൻ ജസ്റ്റ് ഒന്ന് ലെവൽസ് കാര്യങ്ങൾ വേഗം ഷെയർ ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ഇത്ര ലെവൽസ് ആയിരുന്നു 2 days ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തേക്കുന്നത്. ഒരു പീനിയൻ പാറ്റേണിൽ ഓൾമോസ്റ്റ് ആണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഞാൻ ബിയറിഷ് വ്യൂ, ഒരു ചെറിയ സൈഡ് വേസ് ടു ബിയറിഷ് ആയിരുന്നു. അത്ര ബിയറിഷ് അല്ല, എന്നാലും ചെറിയൊരു ഡിപ്പാണ് എക്സ്പെക്ട് ചെയ്യുന്നു. അത് ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്തായിരുന്നു നമ്മുടെ ലെവൽസ് എന്തായാലും പെർഫെക്റ്റ്, നോ ചേഞ്ചസ്, പെർഫെക്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിലാണ്, ഒരു മാറ്റം എടുത്തിട്ടില്ല. ലെവൽസ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, അപ്പോൾ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൻ്റെ അബവ് പോയാൽ ചെറിയൊരു സ്കാൽപ്പ് ബട്ട് സഡൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇവിടെ. ഈ റെഡ് ക്യാൻഡിൽ ഫ്രൈഡേ ക്യാൻഡിലെ ഓപ്പൺ ഈസിക്കൽ ടു ഹൈ ആയിരുന്നു. അത് തന്നെയാണ് റെസിസ്റ്റൻസ് നമ്മുടെ 25,435 or 40. സോ ഇന്ന് എക്സാക്റ്റ് അവർ പോയിട്ട് വീണ്ടും താഴേക്ക് വന്നു. ബോക്സിൻ്റെ അകത്ത് തന്നെ എന്നിട്ട് അവിടെ തന്നെ സൈഡ് വേസ് ആയി. സോ ഒരു പീനിയൻ പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയിൽ ഓവറോൾ നമ്മുടെ സ്ട്രക്ചർ. നിഫ്റ്റിയിൽ സ്റ്റിൽ ആ റെസിസ്റ്റൻസ് തന്നെയാണ് 25,435 റെസിസ്റ്റൻസ് ആണ്. പീനിയൻ പാറ്റേണിൻ്റെ ടോപ്പ് കൂടിയാണ്. പീനിയൻ പാറ്റേൺ 1 hour നമ്മൾ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതൊരു പീനിയൻ പാറ്റേൺ ടൈപ്പാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബാക്കി ഒരു ഡിപ്പ് വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ പ്രൈസ് ശരിക്കും എവിടെ വരെ വരും. ഓക്കെ, ഞാൻ ആക്ച്വലി ഇവിടെ നിന്നാണ് ഇതിങ്ങനെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലൂ താഴെ, ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ശരിക്കും നല്ലൊരു വീക്ക്നെസ് തുടങ്ങുള്ളൂ താഴെ വരെ ഉള്ളത്. ഓക്കെ, അതെവിടെ വരെ വരും നമുക്ക് നോക്കണം. നാളെ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ, ഈ സ്മോൾ ടൈം ഫ്രെയിം 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു റെഡ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നാളെ ഓപ്പണിംഗ് നോക്കണം. എങ്ങനെയാണ് ഓപ്പണിംഗ്? ഞാൻ അത്ര മുകളിലേക്ക് കാണുന്നില്ല പ്രൈസ്, കാരണം രണ്ട് റെസിസ്റ്റൻസ്. ഫസ്റ്റ് 25,435, സഡൻ തന്നെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ 25,485. ഓക്കെ, രണ്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ നിഫ്റ്റിക്കുള്ളത്. പിന്നെ ഇവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്. സോ ഓവറോൾ ഇത് ഫുൾ ആക്ച്വലി ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്? ഇതിൻ്റെ അബവ് 25,490 or 500 അബവ് ആണെങ്കിൽ ദെൻ പ്രൈസ് ഓവറോൾ പിന്നെ സ്ട്രക്ചർ ബുള്ളിഷ് ആകും. പിന്നെ 50 550 600 650 700 വരെ നമുക്ക് ട്രെയിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ബ്രേക്ക് ചെയ്യണത് ഏതാ? നമ്മുടെ ഈ ഇപ്പോൾ ബോക്സ് ഞാൻ ഇത് മാറ്റുവാണേ. ഇപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ നമ്മുടെ പ്രൈസ് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബിലോ 25,310. ഓക്കെ, 310 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് 250. ദെൻ പിന്നെ താഴേക്ക് ഉള്ള ലെവൽസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ നിഫ്റ്റിയിൽ. സൈഡ് വേസ് തന്നെയായിരുന്നു ഫുൾ ഓവറോൾ. ചെറിയൊരു സ്ട്രക്ചറിൽ ചെറിയൊരു ഡൈവർജൻസ് ഉണ്ട്. നമുക്കത് നാളെ ഇത് ബ്രേക്ക് ചെയ്യാൻ പിന്നെ കുറച്ചുകൂടി വീക്ക്നെസ് തുടങ്ങും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് ആവണം. 25,500 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം ഫോർ മോർ ബുള്ളിഷ്നെസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ. ഇനി വേഗം ബാങ്ക് നിഫ്റ്റിക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ സ്ട്രക്ചർ നമ്മൾ നോക്കണമെങ്കിൽ ഇതും സ്റ്റിൽ അത് തന്നെയാണ്, പീനിയൻ പാറ്റേൺ തന്നെ. കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ലെവൽസിൽ ഞാൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്ന് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 51,965 or 70. അതിൻ്റെ അബവമാണ്. ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സപ്പോർട്ട് വീണ്ടും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടാണ് മുകളിലേക്ക് പ്രൈസ് കയറി. ബട്ട് അതും റെസിസ്റ്റൻസ് എടുത്തേക്കനെ എവിടെ നിന്നാണ് റെസിസ്റ്റൻസ്? നമ്മുടെ പീനിയൻ പാറ്റേണിൻ്റെ ടോപ്പ് ട്രെൻഡ് ലൈൻ അവിടെ നിന്നാണ് റെസിസ്റ്റൻസ് സ്റ്റിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇപ്പോൾ വരച്ച പാറ്റേൺ അല്ല, പീനിയൻ പാറ്റേൺ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത പാറ്റേൺ ആണ്. ഇത് പെർഫെക്റ്റ് പീനിയൻ പാറ്റേൺ. അത് നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ വരച്ചതല്ല. സോ ട്രെൻഡ് ലൈൻ ഓൾറെഡി ഞാനിപ്പോൾ ബ്ലൂ ആക്കി. അത് കണ്ടോ,
പെർഫെക്റ്റ്ലി അവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മോർണിംഗ് എടുത്തു, പിന്നെ താഴെ ഡിപ്പ്, പിന്നെ ദെൻ മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോയി, പിന്നെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് അവിടെ തന്നെ ക്ലോസിംഗ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രീൻ ബോക്സ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്തേക്കുന്നത് എന്താണെന്ന്, ഈ വിഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇൻട്രാ ഡേയിൽ ഈ വിഗ് വാല്യൂബിൾ ആണ്. റീസൺ എന്താ, വിക്ക് എന്ന് പറയുന്നത് പ്രൈസ് താഴേക്ക് വന്നു, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, താഴേക്ക് വന്നു, അടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി. സോ ഈ വിക്ക് വാല്യൂബിളാണ്. ഇത് ബൈങ് സോണാണ്. കണ്ട മുകളിൽ നമ്മളിപ്പോൾ വിക്ക് വരച്ച് വെച്ചാൽ എന്തായിരിക്കും, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, വന്നിട്ട് പിൻബാറാണ് ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടത്, ഇത് പിൻബാറാണ് ഫോം ആയത്. ദാറ്റ് മീൻസ് താഴേക്ക് വന്ന് ഇവിടെ ബയേഴ്സ് ഡബിൾ ക്വാണ്ടിറ്റിയിൽ, ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ബയേഴ്സ് അഗ്രസീവായി പ്രൈസ് താഴേന്ന് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി ചാനലിൻ്റെ നമ്മുടെ ഇതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുപോയി, പീനിയൻ പാറ്റേൺ ടോപ്പിലേക്ക് വീണ്ടും പോയി. ഓക്കെ, സോ ഇത് ബ്രേക്ക് ആവാതെ നാളെ ഫർദർ ഫോൾ വരത്തില്ല. ഈ വിക്കിൻ്റെ താഴത്തെ ലെവൽ ഇത് ബ്രേക്ക് ആവാതെ താഴത്തെ ലെവൽ നമുക്ക് കിട്ടത്തില്ല, ഈ ലെവൽ നമുക്ക് കിട്ടത്തില്ല. ഇത് ബ്രേക്ക് ആവണം ഫോർ ഫർദർ വീക്ക്നെസ്, റൈറ്റ്? സോ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇനി കൂടുതൽ പറയാൻ, ബാക്കി റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അബവ് ബ്രേക്ക് ഔട്ട് ഇത് കിട്ടുവാണെങ്കിൽ 52,000 to 35, 52,545 ആൻഡ് 52,795 ഈ റെസിസ്റ്റൻസ് ഒക്കെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആ റെസിസ്റ്റൻസ് എന്തിനാണ് ഞാൻ കൊടുത്തേക്കുന്നത് വെച്ചാൽ 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയ പാറ്റേൺസ് ലെവൽസാണ് അതൊക്കെ. റീസൺ ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ ഞാൻ ഷെയർ ചെയ്യാനില്ല കേട്ടോ. കണ്ടോ, റെഗുലർ വ്യൂസ് ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അവർക്ക്. ഞാൻ ഷെയർ ചെയ്യുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ലെവൽസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് വർക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യമുള്ളൂ ഞാൻ സഡൻലി ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ലെവൽസ്. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.